കുറച്ച് നാളുകളായി ബൈജൂസ് ആപ്പുമായി ബന്ധപ്പെട്ട് നിരാശാജനകമായിട്ടുള്ള വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ആ നിരയിൽ ഇപ്പോൾ ഏറ്റവും അവസാനത്തേതാണ് ഒപ്പോ കമ്പനി ഉണ്ടല്ലോ, അവർ കൂടി ബൈജൂസിനെതിരെ പാപ്പർ സൂട്ട് ഫയൽ ചെയ്തു എന്നുള്ളതാണ്. ഇതുവരേക്കും 4 കമ്പനികൾ അവർക്കെതിരെ ഇത്തരത്തിൽ ഹർജി ഫയൽ ചെയ്തിട്ടുണ്ട്. അതിൽ ആദ്യം നമ്മുടെ BCCIയുടേതൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ പശ്ചാത്തലത്തിൽ കോക്രോച്ച് സ്റ്റാർട്ടപ്പ് എന്നുള്ള ഒരു ആശയം നിങ്ങൾക്ക് പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് ഈ വീഡിയോയുടെ പ്രധാന ഉദ്ദേശം. നിലവിൽ നമ്മുടെ നാട്ടിൽ സ്റ്റാർട്ടപ്പുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കൾച്ചർ യൂണിക്കോൺ കൾച്ചറാണ്. അതായത് ഒരു ഐഡിയ ഉണ്ടാക്കുക, ഐഡിയക്ക് പെട്ടെന്നൊരു MVP ഐഡൻറ്റിഫൈ ചെയ്യുക, എങ്ങനെയെങ്കിലുമൊക്കെ ഫണ്ട് ചെയ്തിട്ട് ഒരുപാട് കസ്റ്റമേഴ്സിനെ കൊണ്ടുവരിക, വെഞ്ചർ ഫണ്ട് കൊണ്ടുവരിക, എത്രയും പെട്ടെന്ന് യൂണിക്കോൺ സ്റ്റാറ്റസ് എത്തുക എന്നുള്ളതൊക്കെയാണ്. ഞാൻ ഇഡാപ്റ്റ് 2017 തുടങ്ങിയ കാലത്തൊക്കെ ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്, അന്ന് ബൈജൂസ് ഇങ്ങനെ പെട്ടെന്ന് 1 ബില്യൺ ആവുന്നു, 10 ബില്യൺ ആവുന്നു, 20 ബില്യൺ ആവുന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ ഈവൻ നമുക്കും കുറച്ച് ഇൻവെസ്റ്റേഴ്സൊക്കെ ഉണ്ട്, അവരെല്ലാം ചോദിച്ചിട്ടുണ്ട് ഇത് ബൈജൂസ് പോലെയൊന്നും വളരാത്തത് എന്നുള്ളത്. ഞാനിങ്ങനെ തമാശയ്ക്ക് ചിരിച്ചുകൊണ്ട് പറയും, നിങ്ങൾ ഒരുപാടൊന്നും ഫണ്ട് ചെയ്തിട്ടില്ലല്ലോ, പിന്നെ എങ്ങനെയാണ് വളരുക എന്നുള്ളൊക്കെ രീതിയിൽ. ചെറിയ ക്യാപിറ്റലിൽ മാക്സിമം ക്യാഷ് ഫ്ലോനെ ഫോക്കസ് ചെയ്തിട്ട് ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഫോക്കസ് ചെയ്തിട്ടൊക്കെയുള്ള സ്റ്റാർട്ടപ്പ് മോഡലുകളാണ് പൊതുവിൽ കോക്രോച്ച് സ്റ്റാർട്ടപ്പ് എന്ന് പറയുക. പേര് പറയുന്ന പോലെ തന്നെ കൂടുതൽ റെസിലിയൻ്റ് ആയിട്ടുള്ള കമ്പനികൾ ഉണ്ടാവുക, ഏത് സർക്കംസ്റ്റാൻസസിലും സർവൈവ് ചെയ്ത് മുൻപോട്ട് പോകാൻ കഴിയുന്ന പ്രത്യേകതകളാണല്ലോ ഈ ഇൻസെക്ട്സിനൊക്കെ ഉള്ളത്. അപ്പോൾ അതുപോലെയുള്ള ഒരു സ്റ്റാർട്ടപ്പ് ആവുക എന്നുള്ളതാണ് ഈ പേര് സൂചിപ്പിക്കുന്ന പോലെ കോക്രോച്ച് സ്റ്റാർട്ടപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ആശയം സൂചിപ്പിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് ഫീച്ചറുകൾ ChatGPT പറഞ്ഞു തന്നിട്ടുണ്ട്. എന്തൊക്കെയാണ് ഈ കോക്രോച്ച് സ്റ്റാർട്ടപ്പുകളുടെ പ്രത്യേകത എന്നുള്ളത്. ഇത് ഞാനിങ്ങനെ ഒരു കൺസെപ്റ്റ് അറിഞ്ഞിട്ട് ചെയ്തൊന്നുമല്ല, പക്ഷേ ബേസിക്കലി നമ്മളൊരു റിസ്ക് അസ്യൂം ചെയ്യുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ആലോചിക്കുമല്ലോ. നമ്മളെ വിശ്വസിച്ചിട്ട് ഒരുപാട് ആൾക്കാർ പൈസ തരുന്നു, അത് കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് കമ്പനി ഗ്രോ ചെയ്യാൻ നോക്കുന്നു. അപ്പോൾ ക്യാഷ് ഫ്ലോ ഇമ്പോർട്ടൻ്റ് ആണ്, എല്ലാം നമ്മളൊരു റിസ്ക് പ്രൊഫൈലിംഗ് ഉണ്ടാകും. ബേസിക്കലി എല്ലാ കാര്യത്തിലും നമുക്കതുണ്ടാകും. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചിന്തകളാണ് ആക്ച്വലി ഇഡാപ്റ്റ് ഒരു കോക്രോച്ച് സ്റ്റാർട്ടപ്പ് എന്നുള്ള മോഡിലേക്ക് മാറിയത്. അപ്പോൾ എന്താണ് കോക്രോച്ച് സ്റ്റാർട്ടപ്പിൻ്റെ ഫീച്ചേഴ്സ് എന്നുള്ളതിലേക്ക് വരാം. ഒന്നാമത്തേത് ഫൈനാൻഷ്യൽ റെസിലിയൻസ് ആണ്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും നമ്മൾ ഈ എക്സ്റ്റേണൽ ഫണ്ടിങ്ങിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടല്ല കമ്പനിയുടെ ഗ്രോത്തും മറ്റു കാര്യങ്ങളും ഉണ്ടാവുക. നമ്മൾ കൂടുതലും ശ്രദ്ധിക്കുക ക്യാഷ് ഫ്ലോ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മളെ വരവ് അറിഞ്ഞിട്ടായിരിക്കും നമ്മൾ ചിലവഴിക്കുക. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും എക്കണോമിക് ഡൗൺ ടേണോ മറ്റു കാര്യങ്ങളൊക്കെ മാർക്കറ്റിൽ ഉണ്ടാവുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് കാലം കൂടെ അധികം പിടിച്ചു നിൽക്കാൻ കഴിയും. നോർമലി എപ്പോഴും ഈ എക്സ്റ്റേണൽ ഫണ്ടിൽ മാത്രം നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സ്റ്റുഡൻ്റ് ആയിട്ടിരിക്കുന്ന കാലൊക്കെ ആലോചിക്കുക, എപ്പോഴും പാരൻറ്റിൻ്റെ ഫണ്ടിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ജീവിക്കുന്നതെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കാരണവശാൽ നമ്മളോട് തെറ്റിയിട്ടൊക്കെ പാരൻ്റ് ആ ഫണ്ട് അങ്ങ് നിർത്തി കഴിഞ്ഞാൽ നമ്മളാകെ കഷ്ടപ്പെടില്ലേ. അതല്ല, നമ്മൾ തന്നെ ഒരു പാർട്ട് ടൈം വർക്കും മറ്റൊക്കെ ആയിട്ട് കുറച്ചൊക്കെ ഏൺ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്കതിന് നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഇങ്ങനെ കൊണ്ടുപോകാൻ പറ്റും. വലിയ ലൈഫ് സ്റ്റൈൽ ഇല്ലെങ്കിലും ചിലപ്പോൾ ഇങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു ഫൈനാൻഷ്യൽ റെസിലിയൻസ് വലിയ ഇമ്പോർട്ടൻ്റ് ആണ് സ്റ്റാർട്ടപ്പുകളെ സംബന്ധിച്ചിടത്തോളം. രണ്ടാമത്തേത് സസ്റ്റൈനബിലിറ്റി എന്നുള്ളതാണ്. നമ്മൾ ഗ്രോത്തിന് എപ്പോഴും ഫോക്കസ് ചെയ്യുന്നത് സസ്റ്റൈനബിൾ ആയിട്ട് ഗ്രോ ചെയ്യുക എന്നുള്ളത്. അപ്പോൾ പേഴ്സണലി എനിക്കൊക്കെ ഉള്ളത് എന്താണെന്ന് വെച്ചാൽ ഒരു ഡൗൺ ടേൺ ഭയങ്കരമായിട്ട് നെഗറ്റീവായിട്ട് എൻ്റെ മെൻ്റൽ ഹെൽത്തിനെ കൂടെ ബാധിക്കുക. അപ്പോൾ വലിയ ഗ്രോത്ത് ഉണ്ടായില്ലെങ്കിലും തിരക്കേടില്ല, ഒരു ആവറേജ് ഗ്രോത്ത് സസ്റ്റൈനബിൾ ആയിട്ട് ഉണ്ടാൽ മതി എന്നുള്ളതാണ് എപ്പോഴും ചിന്തിക്കുക. ഇത് നമ്മൾ ലൈഫിൽ ഇതുവരേക്കും ലഭിച്ചിട്ടുള്ള പാഠങ്ങളൊന്നും അല്ലെങ്കിൽ കുറേ അപ്സ് ആൻഡ് ഡൗൺസ് ഒക്കെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടാവുമല്ലോ, അതിനെ ബേസ് ചെയ്ത് എടുക്കുന്ന ഒരു ഡിസിഷനാണ്. അപ്പോൾ ഒരു വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള എക്സ്പൊണൻഷ്യൽ ഗ്രോത്ത് ഉണ്ടാവില്ല, പക്ഷേ സ്റ്റഡി ആയിട്ടുള്ള ഒരു ഗ്രോത്ത് ഉണ്ടാവും. അതിലൊരു സസ്റ്റൈനബിലിറ്റി ഉണ്ടാകും, കുറച്ചും കൂടെ ഒരു സ്റ്റെബിലിറ്റി ഫീൽ ചെയ്യും. നമുക്ക് ആ ഒരു നിങ്ങൾക്ക് മനസ്സിലാവില്ല, റാഷ് ഡ്രൈവിങ്ങും ഒരു സ്ലോ പേസിൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് പോകുന്നതും തമ്മിലുള്ള ഒരു ഡിഫറൻസ് ആലോചിച്ചാൽ മതി. മൂന്നാമത്തേത് അഡാപ്റ്റബിലിറ്റിയാണ്. ഈ കോക്രോച്ചുകളൊക്കെ ആ ഒരു പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഏത് എൻവയോൺമെൻറ്റുമായിട്ടും അഡാപ്റ്റ് ചെയ്യാൻ കഴിയും എന്നുള്ള ഒരു പ്രത്യേകതയുണ്ട്. ഇപ്പോൾ മാർക്കറ്റ് കണ്ടീഷൻസ് നമ്മൾ കമ്പനി തുടങ്ങിയ സമയത്തുള്ള സാഹചര്യങ്ങളല്ല. അപ്പോൾ പ്രത്യേകിച്ച് എല്ലാ കമ്പനികളുടെയും എല്ലാ ഐഡിയകളുടെയും നമ്മൾ വിചാരിച്ച ബിസിനസ് കേസ് ആവില്ല ഇത് മാർക്കറ്റിലെത്തുമ്പോൾ എന്ന് പറയാറുണ്ട്. അപ്പോൾ ആ മാർക്കറ്റിലെ സാഹചര്യം അനുസരിച്ച് എപ്പോഴും അഡാപ്റ്റ് ചെയ്യാൻ, ഇപ്പോൾ ഒരു പുതിയ മാർക്കറ്റിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ആ മാർക്കറ്റിലെ സിനാരിയോക്ക് അഡാപ്റ്റ് ചെയ്യാൻ, അതൊക്കെ ഒരു ലെസ് സ്പെൻഡിങ്ങിലാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും പുതിയ മോഡലുകൾ ട്രൈ ഔട്ട് ചെയ്യാൻ പറ്റും. എന്തായാലും ഒരുപാട് അബദ്ധങ്ങൾ വരും, പക്ഷേ ആ അബദ്ധങ്ങളിൽ നിന്ന് പാഠങ്ങൾ പഠിച്ച് പുതിയ അബദ്ധങ്ങൾ ട്രൈ ഔട്ട് ചെയ്യാനൊക്കെ നമുക്കൊരു ലെവറേജ് കിട്ടണമെന്നുണ്ടെങ്കിൽ മുന്നത്തെ അബദ്ധങ്ങളിൽ ഒരുപാട് പൈസ സ്പെൻഡ് ചെയ്തവർക്ക് അത് ചെയ്യാൻ പ്രയാസമായിരിക്കും. അപ്പോൾ ഈ ഒരു അഡാപ്റ്റബിലിറ്റി കൂടി നമുക്ക് ഒരു വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടറാണ്. അതുപോലെ തന്നെ റിസ്ക് മാനേജ്മെൻറ്റ് എന്ന് പറയാം. ടിപ്പിക്കലി ഈ യൂണിക്കോണുകളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹ്യൂജ് റിസ്ക് ടേക്കിംഗ് ആണ്. വെഞ്ചർ ഫണ്ടുകൾ വരുന്നു, ഒരുപാട് പൈസ പൊട്ടിക്കുന്നു, ഒരുപാട് കസ്റ്റമർ അക്വയർ ചെയ്യുന്നു. ഇവൻ ചില കമ്പനികളുടെയൊക്കെ ഡാറ്റ കണ്ടിട്ടുണ്ട്, ₹1 മേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ₹10 മുടക്കും എന്നുള്ളത്. മറ്റേ ഈ സിനിമയിലുണ്ടല്ലോ വില്ലന്മാരൊക്കെ പറയുന്ന ടൈപ്പ്, എൻ്റെ ₹1 കോടി തിരിച്ചു പിടിക്കാൻ ഞാൻ ₹5 കോടി മുടക്കും എന്ന് പറയുന്ന ആ ഒരു ടൈപ്പ് ഓഫ് അപ്രോച്ചൊക്കെ ചില സ്റ്റാർട്ടപ്പുകൾ കാണാറുണ്ട്. അതിൻ്റെ ഒരു അസംഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കസ്റ്റമർ അക്വസിഷൻ കോസ്റ്റ് കൂടുതലായതുകൊണ്ടാണ് ഇങ്ങനെ മാർക്കറ്റിൽ ബ്രാൻഡ് നെയിമും മറ്റു കാര്യങ്ങളൊക്കെ ഇവോൾവ് ആകുമ്പോൾ ബിസിനസ് വലുതാകുന്ന സമയത്ത് മാർജിൻസ് ഇമ്പ്രൂവ് ആകും എന്നുള്ള ഒരു അസംഷനിലാണ്. പക്ഷേ ഈ അസംഷൻസ് എത്ര
മാത്രം വർക്കൗട്ട് ആവലുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വർക്കൗട്ട് ആവുന്ന റേഷ്യോ കുറച്ച് കുറവാണ് എന്നുള്ളതാണ് പിന്നീട് ഈ കണക്കുകളെല്ലാം സൂചിപ്പിക്കുന്നത്. അടുത്ത ഒരു പ്രധാന പ്രത്യേകത ആയിട്ട് പറയുന്നത് കസ്റ്റമർ ഫോക്കസ് ആണ്. ഈ ബൈജൂസിനെതിരെ ഇപ്പോഴുള്ള വിവാദങ്ങളൊക്കെ പ്രധാനമായിട്ട് സെൻറ്റർ ചെയ്യുന്ന ഒരു പോയിന്റ് എന്താണെന്ന് നോക്കിയിട്ടുണ്ടോ? ഞാൻ മുൻപ് ഇതുമായി ബന്ധപ്പെട്ട് വീഡിയോകൾ പങ്കുവെച്ചപ്പോൾ കസ്റ്റമർ ഡിസാറ്റിസ്ഫാക്ഷൻ ആണ് പ്രധാന പ്രശ്നം. അതായത് സെയിൽ നടത്തിയിട്ട് അവരിങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുകയാണ്. കസ്റ്റമേഴ്സിൻ്റെ റിവ്യൂ എടുക്കാനോ അല്ലെങ്കിൽ അവരെ മെയിൻറ്റെയിൻ ചെയ്യാനോ അവർ കാര്യമായിട്ട് ശ്രമിക്കുന്നില്ല. ഈ ഒരു പാഠം ഉൾക്കൊണ്ടിട്ട് നമ്മളിപ്പോൾ ഒരുപാട് നമ്മുടെ മുൻപത്തെ കസ്റ്റമേഴ്സിനെയൊക്കെ ഫോളോ അപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. കാരണം കസ്റ്റമറാണ് അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ കിങ്. കാരണം അവർ നമ്മളെപ്പറ്റി പുറത്തെന്ത് പറയുന്നു എന്നുള്ളതാണ് പുതിയ ഒരാൾ നമ്മുടെ അടുത്തേക്ക് വരുമെന്ന് തീരുമാനിക്കുന്നത്. അതുപോലെ തന്നെ ആ കസ്റ്റമർ ഒബ്സഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ അവർക്കൊരു നല്ല വാല്യൂ കൊടുക്കുന്നു, അവർ തിരിച്ച് അതിന് അവർ കാണുന്ന ഒരു മൊണറ്ററി വാല്യൂ നമുക്ക് തിരിച്ചു തരുന്നു. അങ്ങനെയാണ് എല്ലാ കമ്പനികളും സസ്റ്റെയിൻ ചെയ്യുക. അല്ലെങ്കിൽ ലോങ് ടേം അതിന് മാത്രമേ ഒരു സസ്റ്റൈനബിലിറ്റി ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ കസ്റ്റമർ ഫോക്കസ് ഈ കോക്രോച്ച് സ്റ്റാർട്ടപ്പുകളുടെ ഒരു പ്രത്യേകതയാണ്. അതുപോലെ തന്നെ ലോങ് ടേം പെർസ്പെക്റ്റീവ്. ഇപ്പോൾ സ്ലോ ആയിട്ട് വളരുക എന്നുള്ളതിന് ഇമ്മീഡിയറ്റ് ഇൻസെൻറ്റീവുകൾ കുറവാണ്. നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ ഒരുപാട് ഇമ്പ്രൂവ്മെൻറ്റുകൾ പെട്ടെന്ന് ഉണ്ടാവില്ല. കമ്പനിയുടെ ക്യാഷ് ഫ്ലോ ആണെന്നുണ്ടെങ്കിൽ വലിയൊരു എമൗണ്ട് ഒറ്റയടിക്ക് ഉണ്ടാവില്ല. ഇതിനൊരു ലോങ് ടേം വാല്യൂ എപ്പോഴും ഉണ്ടാവും. അതായത് 5 ഇയർ ഡൗൺ ദ ലൈൻ, 10 ഇയർ ഡൗൺ ദ ലൈൻ നമ്മളെ കമ്പനി ഏത് രീതിയിൽ അറിയപ്പെടണം. ഞാൻ എപ്പോഴും ആലോചിക്കൽ നമ്മളെ കമ്പനി അന്ന് നിലനിൽക്കുന്ന കമ്പനിയായിട്ട് അറിയപ്പെടണം എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണുന്നുണ്ട്. ഗ്രോ ചെയ്യണം, അതേസമയം എക്സ്പോണൻഷ്യൽ ഗ്രോത്ത് ഒരു പക്ഷേ ഉണ്ടാക്കാൻ ചാൻസ് ഉള്ള റിസ്ക് ഉണ്ടല്ലോ. ഇതെല്ലാം ഓരോ വ്യൂ പോയിന്റുകളാണ് കേട്ടോ. എല്ലാ രീതിയിലും സ്റ്റാർട്ടപ്പുകൾ വലിയ ഫാസ്റ്റായിട്ട് ഗ്രോ ചെയ്തിട്ട് വളർന്ന ഒരുപാട് കമ്പനികൾ നമ്മുടെ നാട്ടിലുണ്ട്. സക്സസ്ഫുൾ കമ്പനികൾ ഇഷ്ടം പോലെയുണ്ട്. നമ്മളൊരു ബൈജൂസിൻ്റെ എക്സാമ്പിൾ വെച്ച് എല്ലാത്തിനെയും അങ്ങനെ വിലയിരുത്താനൊന്നും പറ്റില്ല. പക്ഷേ കോക്രോച്ച് സ്റ്റാർട്ടപ്പുകൾ ഒരു പക്ഷേ അങ്ങനെ ഭയങ്കര റിനൗണ്ട് ആവണമെന്നില്ല. പക്ഷേ ഒരു ജോഗ്രഫിയിൽ, ഒരു പെർട്ടിക്കുലർ ജോഗ്രഫിയിൽ നല്ല രീതിയിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന കമ്പനികളൊക്കെ ഉണ്ട്. ഇപ്പോൾ മലപ്പുറം, ദുബായ് ഒക്കെ പോലെയുള്ള ആശയങ്ങളൊക്കെ നമുക്ക് പറയാൻ പറ്റുന്നത് ഒരു പക്ഷേ ഒരു ഗ്ലോബൽ കമ്പനി ആയിട്ട് ആണ് നമ്മൾ അറിയപ്പെടുന്നത് എന്നുണ്ടെങ്കിൽ ഇത്തരം ആശയങ്ങളൊന്നും ഒരു പെർട്ടിക്കുലർ ജോഗ്രഫിയിൽ മാത്രം ചെയ്യാനൊന്നും പറ്റില്ല. മലപ്പുറം, ദുബായ് ഒക്കെ എന്നുള്ള ഒരു ആശയം നമ്മൾ മലപ്പുറത്ത് ജില്ലാ പഞ്ചായത്തുമായിട്ട് ചേർന്ന് ചെയ്ത 100K മലപ്പുറം കോഡേഴ്സ് എന്നുള്ള ഒരു പബ്ലിക് എഡ്യൂക്കേഷൻ പ്രോഗ്രാമിൻ്റെ ഭാഗമാണ് കേട്ടോ. മുൻപത്തെ വീഡിയോ ഒക്കെ കണ്ടിട്ടുള്ള ആൾക്കാർക്ക് ഒരു പക്ഷേ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയുന്നുണ്ടാകും. നിങ്ങൾ ഒരു സ്റ്റാർട്ടപ്പ് ഫൗണ്ടറോ അല്ലെങ്കിൽ ബിസിനസ് ലീഡറോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീരുമാനിക്കാം ഇതിലേത് അപ്രോച്ച് വേണം എന്നുള്ളത്. പക്ഷേ ഇതിൻ്റെ റിസ്ക് അസസ്മെൻറ്റും ഇതിൻ്റെ റിസ്ക് പ്രൊഫൈലിംഗ് ഒക്കെ നിങ്ങൾ പ്രോപ്പറായിട്ട് ചെയ്തിട്ട് മുൻപോട്ട് പോവുക.